മഹാഭാരതവും രാമായണവും ബൈബിളും കാണാപ്പാഠം പഠിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ പറയാൻ കഴിവൊന്നുമില്ല. അത് കഴിവുകേടാ. സീരിയസ്ലി ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എത്ര പേർക്ക് അത് വേദനിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ സക്സസ് ആണോ? നിങ്ങൾ ജീവിതത്തിൽ എല്ലാം നേടിയോ? നിങ്ങൾ പ്രൊഫഷണൽ എല്ലാം നേടിയോ? നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കിയോ? നിങ്ങൾ ലോകത്തുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയോ? നിങ്ങളുടെ ജീവിതം ഏറ്റവും ഉയർന്ന ലെവലിലാണോ? ഈ 5-6 കാര്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് മാത്രം നോക്കിയിട്ട് അടുത്ത ആളോട് അഭിപ്രായം പറയാൻ നിൽക്കാം. അതല്ലാതെ നമ്മുടെ ജീവിതം തകർന്നു പോയി, അതുകൊണ്ട് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, അത് നമ്മൾ എന്ത് വേണം? സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ഭർത്താവ് വ്യത്യസ്തമാണ്, മകൻ വ്യത്യാസമാണ്, അച്ഛൻ വ്യത്യസ്തമാണ്, അമ്മ വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് പലപ്പോഴും പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ പ്രായഭേദമന്യേ ഒത്തിരി പേര് ധ്യാനം ചെയ്യുന്നവരുണ്ട്, അതേപോലെ പല പല മാർഗങ്ങളായിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവരുടെയും ഉദ്യമം എന്ന് പറയുന്നത് കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ ആദ്യത്തെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചു നേരം ധ്യാനം ചെയ്യാനിരുന്ന് ഒരു പെർട്ടിക്കുലർ ഇത് നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാകുന്നു എന്ന് കാണുമ്പോൾ വീട്ടുകാർ കർശനമായിട്ട് ശാസിക്കാറുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കുറച്ച് ഡിവോഷണലി അടുക്കും തോറും അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പിരിച്വലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലരും എതിർക്കാൻ വരാറുണ്ട്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല, സ്പിരിച്വൽ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ധ്യാനം ചെയ്യാൻ പാടില്ല, ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞ് അത്ര നേരം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഇങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് തടസ്സങ്ങൾ വരുന്നത്? എന്തായിരിക്കും കാരണം? നമ്മുടെ ഇവിടുത്തെ മനുഷ്യരുടെ ഒരു ചിന്തകളുടെ പ്രശ്നങ്ങളുണ്ട് കുറേ, പ്രത്യേകിച്ച് നമ്മുടെ പാരൻസിനും നമ്മുടെ നാട്ടുകാർക്കൊക്കെ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമാധാനമായിട്ടൊരു വ്യക്തി എവിടെയെങ്കിലും കണ്ണുകളടച്ചോ കൈകൾ കുപ്പിയോ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവന് മാനസിക വിഭ്രാന്തിയാണോ അതോ മറ്റെന്തെങ്കിലും ബാധാദോഷമാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഇടയിൽ. കാരണം നോർമലായിട്ട് കണ്ണുകളടച്ചിരിക്കുന്നത് എന്തോ പ്രശ്നമാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം തുള്ളിച്ചാടി ഒച്ചയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി വളരെ ആക്റ്റീവായിട്ട് വളരെ എനർജറ്റിക്കായിട്ട് നടക്കണം എന്ന് പറയുന്നതാണ് ഇവരുടെ കൺസെപ്റ്റ്. ശരിക്കും ഇവിടെ ആർക്കാണ് മനോപ്രശ്നം, മാനസിക പ്രശ്നം? വളരെ സമാധാനമായിട്ട് എവിടെയെങ്കിലും കണ്ണടച്ചോ നോർമലായിട്ട് ഒരാൾ ഉപദ്രവിക്കാതെ നോർമലായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്കാണോ ഒരു ആവശ്യമില്ലാതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി തുള്ളിച്ചാടി ഞാൻ ഭയങ്കര എനർജറ്റിക്കാണ്, ഞാൻ ഭയങ്കര സൂപ്പറാണ്, ഞാൻ ഭയങ്കര ആക്റ്റീവാണെന്ന് കാണിക്കുന്ന ആൾക്കാണോ? ആക്റ്റീവാണെന്ന് കാണിക്കുന്ന ആൾക്കാർ എന്താ പ്രശ്നം എന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമുക്കുണ്ടാകുന്ന എനർജി നമ്മൾ ഉപയോഗിക്കേണ്ടത് വെറുതെ ഇരിക്കുമ്പോൾ തുള്ളിച്ചാടാനും വെറുതെ ഇരിക്കുമ്പോൾ ആക്റ്റീവ് ആവാനും വെറുതെ ഇരിക്കുമ്പോൾ എനർജറ്റിക് ആവാനും അല്ല. നമ്മുടെ എനർജി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം, എക്സസൈസുകളോ മറ്റേതൊരു കാര്യങ്ങളോ നമുക്ക് ചെയ്യാം. 2, നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോഴോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ നായാട്ട് എന്നൊക്കെ നമ്മൾ പണ്ട് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഈ 2-3 കാര്യങ്ങൾക്കാണ് നമ്മുടെ എനർജി ഉപയോഗിക്കേണ്ടത്. അതിനാണ് നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഒരു കാട്ടുപോത്തിനെ നോക്കൂ, ആളവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾക്ക് എനർജി ഇല്ലാന്നല്ല അർത്ഥം. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് ആലോചിക്കും എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യാണ്. ഓരോ ജീവികളെ നോക്കിക്കോ, സിംഹം എപ്പോഴും തുള്ളിച്ചാടി ആക്റ്റീവ് നടക്കല്ല ചെയ്യുന്നത്. ഏത് മൃഗങ്ങളെ എടുത്ത് നോക്കിക്കോ, സ്വസ്ഥമായിട്ടിരിക്കുന്ന കാണാൻ പറ്റുള്ളൂ. സ്വസ്ഥമായിരിക്കുന്നതാണ് നോർമല്. മറ്റേത് നോർമലല്ല, അവർക്ക് ഡിപ്രഷനാണ്. അവർക്ക് പല അമ്മമാരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, അതായത് കുട്ടികൾ ഒരു ടീനേജ് പ്രായം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ സ്പിരിച്വലി ആകാൻ അവർ തയ്യാറെടുത്ത് ആദ്യത്തെ കുറേ നാൾ ഇങ്ങനെയൊക്കെ ആയി, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കുറേ ഇൻഡ്യൂഷൻസ് ഒക്കെ വന്നു തുടങ്ങും. നമ്മൾ പിന്നെ ആ ഒരു സ്പിരിച്വൽ ലൈഫായിട്ട് അഡാപ്റ്റ് ചെയ്ത് അതിൻ്റെ ഹയർ തലങ്ങളിലേക്ക് സ്വീകരിക്കും. ഈ സമയത്ത് ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഏകാന്തമായിട്ട് ഇവർക്കെല്ലാം സർവൈവ് ചെയ്യാൻ സാധിക്കും, ഇവർക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഇവർക്ക് പലപ്പോഴും കൂട്ടുകാരുണ്ടാവണം എന്നില്ല. കൂട്ടുകാരുടെ കൂടെ പോയി സംസാരിച്ചാൽ അവർ ജെല്ലാവും. അതായത് ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെയാണ്. എല്ലാവരുടെ കൂടെ മിങ്കിളാവുന്ന ഒരു സാഹചര്യത്തിൽ അവർ അങ്ങനെയും ആകും. ഒറ്റയ്ക്കാണെങ്കിൽ ഇവർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. അവർ ആ ഒരു ഇതിലും അഡാപ്റ്റഡ് ആയിരിക്കും. പലപ്പോഴും വീട്ടുകാർക്ക് ഇതൊരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കും. പല അമ്മമാരും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് അവൻ ഒറ്റയ്ക്കാണ്, എപ്പോഴും അവൻ അതാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയറിൽ എന്തോ പ്രശ്നമുണ്ട്, ബിഹേവിയറൽ പ്രോബ്ലം ആണ്. അങ്ങനെ പല രീതിയിലുള്ള കേസുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് തന്നെ പല രീതിയിലുള്ള കേസുകൾ വരുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ചേട്ടൻ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ സ്പിരിച്വലി പോകുന്ന ആൾക്കാർ അത്യാവശ്യം വളരെ മെൻ്റലി സ്ട്രോങ് തന്നെ ആയിരിക്കില്ലേ? മെൻ്റലി സ്ട്രോങ് ആണെന്നല്ല, മെൻ്റലി സ്ട്രോങ് ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ
നമ്മുടെ കഴിഞ്ഞു പോയ ഓർമ്മകളെ, നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ ദുരന്തങ്ങളെ, നമ്മുടെ ചതികളെ, നമ്മുടെ പെയിനുകളെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് സ്പിരിച്വൽ ലൈഫിലുള്ള മനുഷ്യർ. പക്ഷെ പലപ്പോഴും അത് അബ്നോർമൽ ആയിട്ട് അതെന്തുകൊണ്ടാണ്? ഒരാൾക്ക് ഒരാൾ കാണുന്നു, ഞാൻ കാണാണ് ഗായത്രി ഇങ്ങനെ ഇരിക്കുന്നത് നോർമൽ അല്ല, ഗായത്രി 2 കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് നോർമൽ, ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ മാനസിക പ്രശ്നമല്ലേ? ഇതെങ്ങനെ ഗായത്രിക്ക് ബന്ധമാവുന്നത്? നമ്മുടെ അമ്മയ്ക്ക് ഒരു കൺസെപ്റ്റ് നമ്മളിങ്ങനെ നടക്കണം. ഇപ്പോൾ ഈ പറയുന്ന അമ്മേനെ സംബന്ധിച്ചിട്ട് ആ സ്വന്തം മകൻ ഒതുങ്ങി കൂടിയിരിക്കുന്നതാണ് അമ്മയ്ക്ക് പ്രശ്നം. ചില അമ്മമാർക്ക് എന്താ പ്രശ്നം അറിയുമോ? മക്കൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നം. ചില അമ്മമാർക്ക് അകത്ത് കയറാത്തതാണ് പ്രശ്നം. ചില അമ്മമാർക്ക് നിൽക്കുന്നത് പ്രശ്നം. ചില അമ്മമാർക്ക് നടക്കുന്നത് പ്രശ്നം. എന്ന് വേണ്ട ഓരോ അമ്മമാരും ഓരോ രീതിയിലുള്ള കൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തേക്കാം. അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്, അപ്പോൾ എൻ്റെ മക്കൾ ഇങ്ങനെ തന്നെ ജീവിക്കണം. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, ഞാൻ വളരെ ഉറക്കെ വായിച്ചാണ് പഠിച്ചത്, എൻ്റെ മക്കൾ ഇങ്ങനെ പഠിച്ചാലേ പഠിക്കുള്ളൂ. ഇതെന്തിനാണ് മറ്റൊരാൾ ഫോഴ്സ് ചെയ്യുന്നത്? ദൈവം നിങ്ങളുടെ ഉദരത്തിൽ ജനിച്ചു എന്ന് കരുതി നിങ്ങളും നല്ല കുഞ്ഞിന് ബുദ്ധിയും ബോധവും വെളിവും വെള്ളിയാഴ്ചയൊന്നും കൊടുക്കുന്നത്. അത് ഈശ്വരൻ അവൻ്റെ ബുദ്ധിയിലും അവൻ്റെ ബോധത്തിലും എല്ലാം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ശ്രമം ഇല്ലെങ്കിലും ആ കുഞ്ഞ് വളരും. എന്തോരം കുഞ്ഞുങ്ങൾ അനാഥാലയത്തിൽ കിടന്ന് വളരുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നിങ്ങൾ എങ്ങനെയാണെന്ന് കരുതിയിട്ടൊന്നും കുഞ്ഞ് അങ്ങനെ ആവണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ സക്സസ് ആണോ? നിങ്ങൾ ജീവിതത്തിലെല്ലാം നേടിയോ? നിങ്ങൾ പ്രൊഫഷണലെല്ലാം നേടിയോ? നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കിയോ? നിങ്ങൾ ലോകത്തല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയോ? നിങ്ങളുടെ ജീവിതം ഏറ്റവും ഉയർന്ന ലെവലിലാണോ? ഈ 5-6 കാര്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് മാത്രം നോക്കിയിട്ട് അടുത്ത ആളോട് അഭിപ്രായം പറയാൻ നിൽക്കാം. അതല്ലാതെ നമ്മുടെ ജീവിതം തകർന്നു പോയി, അതുകൊണ്ട് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, അത് നമ്മൾ എന്ത് വേണം? സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ഭർത്താവ് വ്യത്യസ്തമാണ്, മകൻ വ്യത്യാസമാണ്, അച്ഛൻ വ്യത്യാസമാണ്, അമ്മ വ്യത്യാസമാണ്, എല്ലാം വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യം കോമൺ ആണെന്ന് പറയരുത്. ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞ് കേൾക്കേണ്ടതെന്നല്ല പറയുന്നത്. പക്ഷേ അറിവില്ലാത്ത കാര്യങ്ങൾ, അമ്മയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞേക്കാം, അങ്ങനെയല്ല. ഈശ്വരൻ അവനൊരു കർമ്മം കൊടുത്തിട്ടുണ്ട്, അവനെ ഈശ്വരൻ കൊണ്ടുപോയിക്കോളും. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമുക്ക് ബ്ലെസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ അത് തിരുത്തി കൊടുക്കുക. അതിൻ്റെ അപ്പുറം വിട്ടിട്ട് അത് ഞാൻ ജീവിച്ച പോലെ തന്നെ നീ ജീവിക്കണം എന്ന് പറയുന്നതൊന്നും ലോജിക്കപരമല്ല. നാളെ ഈ കുഞ്ഞ് നിങ്ങളുടെ ശത്രുവായിട്ട് മാറും, വേറെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പിരിച്വാലിറ്റിയിൽ പൊതുസമൂഹം നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യേണ്ട ഈ സിറ്റുവേഷനെ? ഞാൻ ഈ പ്രൊമോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വലായിട്ട് ഉയരാനല്ല ബുദ്ധിമുട്ട്. മനസ്സിലാക്കണം, സ്പിരിച്വാലിറ്റി നിലനിർത്താനാണ് ബുദ്ധിമുട്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ, നമ്മുടെ ഇമോഷണലി മെൻ്റലി നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ഒരു കണ്ടീഷനാണ്, ഒരു അവസ്ഥയാണ്. ഇതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ഇത് നിലനിർത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഒരുപാട് സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകൾ നമുക്ക് വേണം. സപ്പോർട്ടൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കുളമായി പോകും. കാരണം എന്താ? നമ്മുടെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കൂ. 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ കണ്ണുകളടച്ചിരിക്കുന്നവനെ അവൻ്റെ എന്തെല്ലാം മാനേജ് ചെയ്താലും ഇരിക്കാൻ പറ്റാം. അവൻ്റെ ചിന്തകളെ, അവൻ്റെ വിഷമങ്ങളെ, അവൻ്റെ സങ്കടങ്ങളെ, അവൻ്റെ ബുദ്ധിമുട്ടുകളെ, അവൻ്റെ ഇല്ലായ്മകളെ, കഷ്ടപ്പാടുകളെ, അവൻ്റെ പെയിൻ കൊടുക്കുന്ന ആളുകളെ എല്ലാവരും മാനേജ് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധന് 14 വർഷം എടുത്തു. അപ്പം നമ്മളൊക്കെ ഏത് തലത്തിലാണ് കിടക്കുന്നത്? ഇത് ഉയർന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് പ്രശ്നം. സ്പിരിച്വൽ ഈഗോ കയറാൻ തുടങ്ങും. സ്പിരിച്വൽ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്പിരിച്വൽ ഭയങ്കര സെറ്റപ്പാണ്, എനിക്ക് തന്നെ എന്തോരം കമൻറ്റ് വരുന്നത്, താൻ ആരാണ്, താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്, താൻ ഇത് എവിടെ നിന്നാണ് പഠിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഡേറ്റ, ഞാനിത് എപ്പോഴും പറയുന്ന 2 തരത്തിലുള്ള ഡേറ്റയാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ഒരു ഡേറ്റ എന്ന് പറയുന്നത് പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ നോക്കി പഠിക്കുന്നത്. രണ്ടാമത്തെ ഡേറ്റ ഉണ്ട്, അതൊരു യൂണിവേഴ്സൽ ഡേറ്റയാണ്. ആ ഡേറ്റ നിങ്ങളിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ അത്രയും ക്വാളിറ്റിയുള്ള മനുഷ്യരായിരിക്കണം. നിങ്ങളുടെ ഉപാസന, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ലൈഫ് കൃത്യമായി നിങ്ങൾ മുന്നോട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഡാറ്റ നിങ്ങളിലെത്തും. മനസ്സിലാക്കൂ, ഒരു പുസ്തകം എഴുതുന്നു. ആദ്യമായിട്ട് ഒരു വിഷയത്തിൽ ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതുക. ഓക്കെ, ഒരു വിഷയത്തിൽ ആ വ്യക്തിക്ക് വിഷയം എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? ജ്ഞാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഒരു വിഷയത്തെ എടുത്ത് അതിനെ കൃത്യമായി മൈൻഡ് പവർ ഉപയോഗിച്ച് അതിനെ കൃത്യമായി മനസ്സിലാക്കി തെറ്റുകളെല്ലാം എടുത്ത് മാറ്റി അതിന് കൃത്യമായി ഓർഡർ ചെയ്ത് ആ ഒരു വിഷയത്തെ പറ്റി ഒരു പുസ്തകം ഇറക്കി അല്ലേ? അതിനു മുമ്പ് ആ പുസ്തകവുമില്ല, ആ സബ്ജക്റ്റും ഇല്ല. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അവിടെ നിന്ന് അറിവ് കിട്ടി. നമ്മൾ ഇന്ന് കണ്ട എല്ലാ പുസ്തകങ്ങളും എവിടെ നിന്ന് വന്ന? ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ആരും എവിടെ നിന്ന് എഴുതിയതാ? ജ്ഞാനം കൊണ്ട് എഴുതിയതാ. പുസ്തകത്തിൽ നിന്ന് എടുക്കുന്ന ജ്ഞാനവും അല്ലാതെ ഉണ്ടാവുന്ന ജ്ഞാനവും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. മറ്റേത് ഭഗവാൻ കൊടുക്കുന്ന, ഇത് പുസ്തകം വായിച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഗായത്രി മഹാഭാരതവും രാമായണവും ബൈബിളും കാണാപ്പാഠം പഠിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ പറയാൻ കഴിവൊന്നുമില്ല, അത് കഴിവുകേടാ.
സീരിയസ്ലി ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എത്ര പേർക്ക് ഇത് വേദനിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ല. ഇത് വലിയ സംഭവമാണ്. ഞാൻ രാമായണം പറയുന്നു, ഞാൻ കൃഷ്ണനെ പറ്റി പറയുന്നു, ഞാൻ ശിവനെ പറ്റി പറയുന്നു, ഞാൻ ബൈബിളിലെ കോട്ട്സ് എടുത്ത് പറയുന്നു, ഞാൻ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ പോയി വായിച്ചാൽ പോരെ ബൈബിളും ഖുറാനും ഈ സാധനം. ഞാൻ ഈ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നു. എന്തിന് ആൾക്കാർക്ക് അത് വായിച്ച് മനസ്സിലാക്കി കൂടെ? അപ്പോൾ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എടുത്ത് പറയുന്നത് വലിയ മഹത് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു കഴിവുകേടായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളല്ലാത്ത കാര്യങ്ങൾ എടുക്കൂ, നിങ്ങൾ ആരും പറയാത്ത സബ്ജക്റ്റുകൾ പറയൂ, നിങ്ങൾ അങ്ങനെ കണ്ടെത്തൂ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഈ നൂറ്റാണ്ടുകളായിട്ട് ഈ മഹാഭാരതം, ഈ രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൈസ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല കഴിവ്. ഈ പറയുന്ന ഇപ്പം എന്തോരം ആൾക്കാരെ ബൈബിൾ ഇങ്ങനെ കീറി മുറിക്കുന്നു വേണ്ട. ഒരു ബൈബിൾ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ബോധം ഇവിടെയുള്ള സാധാരണ ഒരു കുഞ്ഞിന് വരെയുണ്ട്. ഉണ്ടോ? ഒരു മഹാഭാരതം വായിച്ചാൽ ആ കുഞ്ഞിന് മനസ്സിലാവും അത് എന്താണെന്ന്. ആ കുഞ്ഞിനെ എങ്ങനെ മനസ്സിലാവുന്നു? അതാണ് മഹാഭാരതം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ മഹാഭാരത രാമായണം എങ്ങനെ മനസ്സിലാവുന്നു? അതാണ് നമ്മുടെ മഹാഭാരതം, നമ്മുടെ രാമായണം. മറ്റൊരാൾ പറഞ്ഞ അവരുടെ വെർഷനാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ ലൈഫുമായി, നമ്മുടെ സാഹചര്യമായി, നമ്മുടെ അനുഭവങ്ങളുമായി, നമ്മുടെ വേദനകളുമായിട്ടാണ് മഹാഭാരതവും രാമായണം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതല്ലാതെ മറ്റൊരാളുടെ കൺസെപ്റ്റിലല്ലാതെ നിൽക്കുന്നത്. ഒരാൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു വെക്കാം, അതിനകത്ത് കാര്യമില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്പിരിച്വൽ ഈഗോ, ഈ സ്പിരിച്വൽ കാര്യങ്ങളെല്ലാം കയറി കഴിയുമ്പോൾ താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചില ആളുകൾ എടുത്ത് നോക്കുമ്പോൾ അവരൊരു കാലഘട്ടം വരെ ഭയങ്കര സ്പിരിച്വലായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ അവരൊരു 10, 45, 50 വയസ്സിന് ശേഷമൊക്കെ നോക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി ലൈഫിൽ ഒരു ഉയർച്ചയില്ലാതെ ആകെ ഗതികെട്ട അവസ്ഥയിലോട്ട് അവർ പോകും. ഇതിനാണ് സ്പിരിച്വൽ ഡിപ്രൊമോട്ട് എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉയർന്നു പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പിരിച്വൽ ലൈഫിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തും തോന്നും. ഞാൻ ഭയങ്കര അതാണ്, ഞാൻ ഭയങ്കര ഇതാണ്, നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നുമില്ല. ചെറിയൊരു സാധനം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തെന്നി മാറിപ്പോയി കഴിഞ്ഞാൽ മാറാവുന്നുള്ളൂ. ഇതിൽ ഗ്യാരണ്ടി ഇല്ല. ഇത് നമ്മുടെ യോഗ്യത, നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ എല്ലാം വെച്ചിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇതെപ്പോൾ വേണമെങ്കിലും റിലീസ് ചെയ്യും. ആരാണോ തന്നത് തന്ന ആളെ തിരിച്ചെടുക്കും.